അമ്പംകുന്ന് കോയാക്ക ഫണ്ടിൻ്റെ 52ാമത് നേർച്ച ഈ ഫെബ്രുവരി 28, 29, മാർച്ച് 1, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അതിവിപുലമായി തന്നെ നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 28 പുലർച്ചെ 6 മണിക്ക് അമ്പംകുന്ന് കോയാക്ക ഫണ്ട് സെക്രട്ടറി മുബാറക്ക് അമ്പംകുന്നിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൗലിദ് പ്രകീർത്തന സദസ്സോടുകൂടെ ഈ 52ാമത് നേർച്ചയ്ക്ക് പ്രൗഢമായ തുടക്കം കുറിക്കും. തുടർന്ന് കോട്ടക്കലിൽ നിന്നും ഘോഷയാത്രയായി വരുന്ന കാരാട്ടുപറമ്പ് ശ്രീധരൻ്റെ ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ഭാരവാഹികളായ മുബാറക്ക്, മുജീബ്, ഷാഹുൽ ഹമീദ്, സുൽത്താൻ അലി, മർവാൻ, ഉബൈദ്, നൂറുദ്ദീൻ, സൈഫുദ്ദീൻ തുടങ്ങിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി സ്ഥാപനത്തിൻ്റെ പത്തായപ്പുരയിലേക്ക് ആനയിച്ച് സ്വീകരിക്കും. തുടർന്ന് നേർച്ച നടക്കുന്ന 3 ദിവസങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തോരണങ്ങളാൽ അലങ്കരിച്ച അപ്പപ്പെട്ടികൾ വർണ്ണാഭമായ ഘോഷയാത്രയായി സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്ഥാപനത്തിലേക്ക് എത്തുന്ന അപ്പപ്പെട്ടികൾ അമ്പംകുന്ന് കോയാക്ക ഫണ്ട് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അറബനമുട്ടിൻ്റെയും ദഫ്മുട്ടിൻ്റെയും കോൽക്കളിയുടെയും താളമേളങ്ങളോടുകൂടി സ്ഥാപനത്തിലേക്ക് ആനയിച്ച് പ്രത്യേക സ്വീകരണം നൽകും. നിങ്ങൾ ഒന്ന് പിടിച്ചു കർമ്മങ്ങൾക്ക് നിങ്ങൾ ചെയ്തോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ 2 വീഡിയോ ആണ് നിങ്ങളെ ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് ആദ്യത്തെ വീഡിയോ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് എന്നിട്ട് ബാക്കി നമുക്ക് രണ്ടാമത്തെ കാര്യം പിന്നെ പറയാം. ഇസ്ലാമിൽ ഇന്നിപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് നേർച്ചകൾ പൊടിക്കുകയാണ്. എന്തെല്ലാം നേർച്ചകളാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇസ്ലാമിൽ വല്ല പിന്തുണ ഉണ്ടോ? ഇല്ല. ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയുണ്ട്. ആ നേർച്ച അള്ളാഹുവിനുള്ള നേർച്ചയാണ്. നിർബന്ധമല്ലാത്ത ഒരു കർമ്മം ഞാൻ അത് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നേർച്ചയായിട്ട് മാറി. ആ നേർച്ച റബ്ബിനാണ് നിറവേറ്റേണ്ടത്. ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനുള്ള നേർച്ച നമ്മൾ നേർന്നിട്ട് അത് പാലിച്ചില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഇന്ന് ആ പേരും പറഞ്ഞിട്ട് നേർച്ച എന്നുള്ള ആ മഹത്തായ പേര് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം നേർച്ചകളാണ് ഈ മതത്തിൻ്റെ പേരിൽ മുസ്ലിയാക്കന്മാർ കടത്തിക്കൂട്ടണത്. എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിക്കൂട്ടുന്നത്. ഇപ്പം ഇവർ പറയുക ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളാരൊന്നും പറയുന്നില്ല. നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ എല്ലാ ജാറത്തിലും നേർച്ചയാണ്. ഈ നേർച്ച എന്നാണ് കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക അത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയാണ് എന്ന്. അല്ല, ഇത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല, ഇത് നിരോധിക്കേണ്ട നേർച്ചയാണ്. ജാറത്തിലേക്ക് തിരി പട്ട് നേർച്ചയാക്കുക, അത് ഇസ്ലാം നിരോധിച്ച നേർച്ചയാണ്. ഇതൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ ചന്ദനക്കുടം നേർച്ച, അത് കൊടിക്കുത്ത് നേർച്ച, അപ്പവാണിഭ നേർച്ച, ഇങ്ങനെ ഒരുപാട് നേർച്ചകൾ. അത് ഓരോ ജാറത്തിലും ജാറങ്ങൾ എവിടെയൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ നേർച്ചയുണ്ട്. എന്തിനാണ് ഈ നേർച്ച നടത്തുന്നറിയോ? ചിലർ പറയാം മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ് നേർച്ച നടത്തുന്നതെന്ന് ചിലർ പറയാം. അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടോ? മനുഷ്യ സൗഹാർദ്ദം ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്, പല മതസ്ഥരും താമസിക്കുന്ന ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ആ നിലയ്ക്ക് നമ്മുടെ അയൽവാസിയായ ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കണം, അവരൊക്കെ നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. മതം തമ്മിൽ യോജിക്കൂലല്ലോ. ഇപ്പോൾ നമ്മുടെ ഖുർആൻ ഓതിയിട്ട് ഇപ്പോൾ അവിടെ പൂജ ചെയ്യാനോ അല്ലെങ്കിൽ കുർബാന വായിക്കാനോ അവർ തയ്യാറാവുമോ? ഇല്ല. എന്താണ്? അത് മതമാണ്. അപ്പം മതത്തിൻ്റെ പേരും മതസൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞാൽ പട്ടാമ്പി നേർച്ച എന്ന് പറയാം. ഒക്കെ മതസൗഹാർദ്ദമാണ്. ഇവരെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ടും കൊണ്ടും കൊടുത്തൊക്കെ ചെയ്തിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറയാം. മതങ്ങൾ ഒരിക്കലും യോജിക്കൂല. അതൊക്കെ അതിൻ്റെ ഓരോ മതങ്ങളും അതിൽ വിശ്വസിക്കുന്നവർ നിഷിദ്ധമായ കാര്യങ്ങളാണ്. മനുഷ്യ സൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മനുഷ്യ സൗഹാർദ്ദമാണ്. നമ്മളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ഈ രാജ്യത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും മനുഷ്യരാണ്. വിശപ്പ്, വേദന, കഷ്ടപ്പാട് എല്ലാം ഒന്ന് തന്നെയാണ്.
നമ്മൾ പരസ്പരം നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ അവരെ സഹായിക്കും, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ. അപ്പോൾ അവിടെ മതം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഏത് ജാതിയാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ശരി, പിന്നെ ക്രൈസ്തവനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, മനുഷ്യനാണോ അവന് നമുക്ക് സഹായിക്കുക, അവനക്ക് ഭക്ഷണം കൊടുക്കുക, അവനക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുക്കുക, അവന് വീട് വെച്ച് കൊടുക്കുക, അവന് എപ്പോഴും താങ്ങും തണലായിട്ട് മുന്നോട്ട് പോകണം. ഇതാ ഇസ്ലാം പഠിപ്പിച്ച സൗഹാർദ്ദം. മതങ്ങൾ തമ്മിൽ യോജിക്കൂല. ഇപ്പം മതസൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നേർച്ചകൾ നടത്തുന്നത്, ആ നേർച്ചയാണെങ്കിലോ നേർച്ച എന്ന് കേൾക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ മേത്ത് വരവ് വെക്കുകയാണ്. അല്ല, ഇത് ഈ പുരോഹിതന്മാർ സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ്. ജാറം കെട്ടിപ്പൊക്കെ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ജാറുണ്ടെങ്കിലല്ലേ നേർച്ച ഉള്ളൂ. നേർച്ച എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജാറുണ്ട്. ജാറം കെട്ടിപ്പൊക്കുന്ന എന്തിനാ? പിന്നീട് നേർച്ച നടത്താനാണ്. എന്തൊക്കെയാണ് നേർച്ചയിലെ വരവ്? അപ്പവാണിഭം, അപ്പപ്പെട്ടി, ചന്ദനക്കുടം, ഇങ്ങനെയുള്ള പരിപാടി, പിന്നെ കോഴി, പിന്നെ ഫലവർഗ്ഗങ്ങൾ, തേങ്ങ, അടക്ക, വാഴക്കൊല, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് സാധനങ്ങൾ, ആട്, കോഴി, ബദരീങ്ങളെ നേർച്ച, മോദി ഷെയ്ഖിൻ്റെ നേർച്ച, പിന്നെ ഇഫാൻ ഷെയ്ഖിൻ്റെ നേർച്ച, അവർക്കുള്ള പിന്നെ പോത്ത്, അവർക്കുള്ള ആട്, മമ്പറത്തേക്കുള്ള ആട്, ഇങ്ങനെയൊക്കെ നേർച്ച തന്നെ. ഇതൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. ഇതൊന്നും ഇസ്ലാമിൻ്റെ മേത്ത് വരവാക്കണ്ട. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ മുസ്ലിയാക്കന്മാർ പത്രസമ്മേളനം നടത്തുകയാണ്. എന്താണ്? ഇവർ നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ അമ്പങ്കുന്ന് പിന്നെ കോയാക്ക ഫണ്ട്. അതെന്ത് ഫണ്ട്? അത് ഇവർക്ക് ഫുഡ് അടിക്കാനുള്ള ഫണ്ട്, കോയാക്ക ഫണ്ട്. അമ്പങ്കുന്ന് കോയാക്ക, ഇവിടെ പിന്നെ പാലക്കാട് ജില്ല മണ്ണാർക്കാട് അടുത്തുള്ള അമ്പങ്കുന്ന്. ഇപ്പം ഈ അമ്പങ്കുന്ന് വീരനൗലിയുടെ ദർഗയിൽ നേർച്ച അത് വിളംബരം ചെയ്യാം മുസ്ലിയാക്കന്മാർ. ഞങ്ങളറിയൂല, ഇവരെന്നെ കൊടി കയറ്റണ്, ഇവരെന്നെ ഇലാഹ നിർത്തി, ഇവരെന്നെ ദുആ ചെയ്യണേ. എന്നിട്ട് ഇവർ വന്ന് നേതൃത്വം വന്നിട്ട് വലിയ വലിയ മുസ്ലിയാക്കന്മാർ പറയും പിന്നെ 58ാമത്തെ നേർച്ച ഏതിൻ്റെ? അമ്പങ്കുന്ന് കൊടിയേറ്റത്. എന്താ അമ്പങ്കുന്ന് ഇന്നലെ നടക്കുന്നത് എന്താണ്? അതിൽ പിന്നെ വെടിമരുന്ന്, കരിമരുന്ന്, അതേപോലെ തന്നെ ഡിസ്കോ ഡാൻസ്, പന്തം കറക്കൽ, ദഫുമുട്ട്, കോൽക്കളി, ശിങ്കാരിമേളം, ഇതൊക്കെയാണ് മഹാന്മാരായ ഔലിയാക്കളെന്നും പറഞ്ഞിട്ടുള്ള നടത്തുന്ന പരിപാടി. 58ാമത്തെ നേർച്ച മുസ്ലിയാക്കന്മാർ അറിയില്ല. ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ ഈ നേർച്ചക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറയലാണ് ഇത്. അപ്പോൾ ഈ മുസ്ലിയാക്കന്മാർ അതേപോലെ തന്നെ തങ്ങന്മാർ ഇതിൽ പറയില്ലല്ല. നമ്മൾ ആരും ഒഴിവാക്കണില്ല. എന്തായാലും ഇവരൊക്കെ ഇതിൽ ചൂതാടുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് നോക്കി രണ്ടാമത്തെ ആൾ നോക്കിയേ. ആ ആള് ഞാൻ ഏത് തങ്ങളെന്നൊന്നും പറയണില്ല. നോക്ക്, അവിടെ മറ്റാളെ കണ്ടു, തങ്ങൾ തൊട്ട് നിങ്ങളാളെ സുലൈമാൻ. അതാ സുലൈമാൻ എന്ന് പറഞ്ഞാൽ ഫാദർ ചാടി പിന്നെ ദീനിൽ നിന്ന് അങ്ങോട്ട് ചാടിപ്പോയിട്ട് പിന്നെ ക്രൈസ്തവനായി മാറിയ സുലൈമാൻ. അതെന്തോ ആവട്ടെ, അത് മൂപ്പര സ്വാതന്ത്ര്യം. മൂപ്പർക്ക് ഏത് മതത്തിൽ ഇപ്പോൾ അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ദീനിന് ഇട്ടെറിഞ്ഞ് പോകുകയാണെങ്കിൽ അള്ളാഹ്ക്കൊരു നഷ്ടമല്ലേ, പോയവർക്ക് പോയി എന്നല്ലാതെ. അത് പോട്ടെ. അപ്പോൾ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ ഇളക്കുക. അപ്പോൾ കൂട്ടത്തിൽ നിൽക്കണ തങ്ങൾ എന്താ ഇപ്പോൾ എടുത്ത് കൊടുക്കണ്? കല്ല്. അപ്പോൾ പൂജയൊക്കെ ചെയ്തിട്ട് കൂട്ടി കൊടുക്കണേ. അപ്പം ഇവർ തന്നെ, ഈ തങ്ങന്മാർ, ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഈ നേർച്ചപ്പൂര നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയല്ലോ, ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടല്ലേ. ഒരാൾ പിന്നെ അമ്പങ്കുന്ന് വീരാനവരുടെ നേർച്ചയുടെ പത്രസഭയിൽ നടത്തി വിളംബരം ചെയ്യുന്ന തൊപ്പി വെച്ച താടി വെച്ച മുസ്ലിയാക്കന്മാരെ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ കല്ല് പൂജിച്ചിട്ട് പിന്നെ തറക്കല്ല് പിന്നെ പെരക്ക് തറ അടിച്ചിട്ട് അവിടെ കുറ്റി അടിക്കുന്നിടത്ത് കല്ല് പൂജിച്ച് കൊടുത്ത് താങ്ങി കൊടുത്തതിൽ ആരാ? തങ്ങളാണ്. ഇപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കൊടുത്തിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞ് പോയി കൊടുക്കുക. ഇസ്ലാമിൽ എല്ലാ ചൂതാട്ടത്തിനും തങ്ങന്മാർ നേതൃത്വം കൊടുക്കാം, മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുക്കാം. ഏത് നേർച്ച ഉണ്ടെങ്കിലും ഇവരാണ് അതിന് ഉദ്ഘാടനം. ഏത് ജാറുണ്ടെങ്കിലും, എന്ത് സ്വലാത്തുണ്ടെങ്കിലും, എന്ത് ആത്മീയ സദസ്സുണ്ടെങ്കിലും, ഇവരൊക്കെ അവിടെ എന്ത് പിന്നെ വയലിൻ്റെ സദസ്സുണ്ടെങ്കിലും ഒക്കെ തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഉദ്ഘാടനം, ഇലാഹ നിർത്തി, അൽഫാത്തിഹ ഒക്കെ വിളിച്ചിട്ട്. എന്നിട്ട് ഞങ്ങളാരും അറിയില്ല. എന്നിട്ട് അവിടെ പോയി എന്നിട്ട് പറയാം ആ നേർച്ച ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ നേർച്ച ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ നേർച്ച ആ നേർച്ച. ഇസ്ലാം നേർച്ച ഉണ്ട്, അത് അള്ളാഹ്ക്കുള്ള നേർച്ചയാണ്. വേറെ അള്ളാഹിന് പുറമേ ഒരൊറ്റ നേർച്ച ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ പേര് ഇതൊക്കെ വരവ് വെക്കുകയാണ്. അപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഇതിന് ഒഴിവാക്കാൻ പറ്റൂല, തങ്ങന്മാർക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ മുമ്പ് ഏതോ 1-2 വീഡിയോ സൂചിപ്പിച്ചപ്പോൾ ആവർത്തിച്ച് പറയല്ല. ഇപ്പോൾ ആ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നെ സമ്പൽ സമൃദ്ധിയായിട്ട് മത്സ്യം ലഭിക്കാൻ കഷ്ടപ്പാട് മാറാൻ പഴം എറിഞ്ഞത് ആരാ? അതൊരു മഹാനാണ്, അതൊരു തങ്ങളാണ് അല്ലേ. ഓരോ വർഷം പോയിട്ട് അവിടെ പഴം എറിയും. എന്നിട്ട് 3 പഴം ഇങ്ങനെ മന്ത്രിച്ചു എറിയാണ്. അതോടുകൂടി മത്സ്യത്തൊഴിലാളിയുടെ കാര്യം തീരുമാനമായി. ഇതാണ് ഇവർ വിശ്വാസം, അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന വിഭാഗമാണ് തങ്ങന്മാർ. ഞാൻ എല്ലാവരും കടടച്ച് പറയണില്ല. ചിലവർ തങ്ങന്മാരാണെങ്കിൽ അവരിപ്പോൾ ഈ പണിക്കൊന്നും പോകാതിരിക്കുന്ന തങ്ങന്മാരുണ്ട്. അതോടുക്കട്ടെ, എല്ലാ മുസ്ലിയാക്കന്മാരും പറയുന്നില്ല. ഇനി അങ്ങനെ വേണ്ട, എല്ലാ മുസ്ലിയാക്കന്മാരും എല്ലാ തങ്ങന്മാരില്ല. പക്ഷേ ഈ രംഗത്തെ കാണിച്ചു അവർ ഇതിന് ഞങ്ങൾ ഒഴിവായി, ഞങ്ങൾ ഇസ്ലാമിന് അനാചാരങ്ങൾ ചെയ്യുന്നവരല്ല, പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നേർച്ചയും ഞങ്ങൾ പിന്നെ അത് കൽപ്പിക്കുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയണ്ട. അത് നിങ്ങൾ തന്നെ അതിൻ്റെ പുറകിൽ നിന്ന് തെളിയിക്കാനാണ് ഞാൻ ആ 2 വീഡിയോ.
ഇതേപോലെയാണ് എല്ലാ മുസ്ലിയാക്കന്മാരും പറയാ ഞങ്ങളൊന്നും അറിയില്ല ആ പള്ളി, ഞങ്ങൾ പലപ്പോഴും എതിർക്കലുണ്ട്, ഖുത്ബയിലൂടെ പറയലുണ്ട്, ഏത് ഖുത്ബ തറപ്രസംഗത്തിൽ കൂടെ പറയലുണ്ട്, ഇതൊന്നും പാടില്ല എന്ന്. എന്നിട്ട് ഇവർ തന്നെയാണ് അൽഫാത്തിഹ വിളിക്കുന്നേ. ഇവർ തന്നെ നേർച്ചയ്ക്ക് കൊടി ഉയർത്തുക. മണത്തല നേർച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അതിന് ആരാ കൊടി ഉയർത്തിയത്? മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അതേപോലെ എല്ലാത്തിനും തങ്ങന്മാരും മുസ്ലിയാക്കം പോയി കൊടുക്കും, സമൂഹത്തിനെ വഴിവഴപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ ആരും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് രംഗം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ വിശിഷ്യ നമ്മുടെ നാട്ടിൽ ഈ ഷിർക്കും ബിദ്അത്തും ഈ അനാചാരങ്ങളും അതേപോലെ ഇത് മുഴുവൻ പ്രചരിപ്പിക്കുന്നതും ഈ സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ ഈ രണ്ട് നേതാക്കന്മാരാണ്, ഈ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ വേറൊരു പരിപാടിയുണ്ട്, വാസ്തുശാസ്ത്രം. എത്ര വീടുകളാണ് പൊളിച്ചു കളഞ്ഞത്, എത്ര വീട്ടിലെ ബാത്റൂം പൊളിച്ച് ഇങ്ങോട്ട് മാറ്റി, അടുക്കള മാറ്റി അങ്ങോട്ട് മാറ്റി, അടുക്കള പൊളിച്ച് അങ്ങോട്ട് മാറ്റി, മുറ്റത്തെ മരം മുറിച്ച് ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ച് വീട് കെട്ടി തന്നെ അയാൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട വീട് കെട്ടി, ആ കെട്ടിയ വീടിൻ്റെ അവിടെ പൊളിച്ച് വാസ്തുശാസ്ത്രം എത്ര വാസ്തു മുനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കൂല എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതേപോലെ പിൻഭാഗം പടിഞ്ഞാട്ട് പറ്റൂല, അടുപ്പ് കിഴക്കോട്ട് പറ്റൂല, അടുപ്പ് കിഴക്കോട്ട് ആക്കിയാൽ കഴിഞ്ഞാൽ ബാക്ക് ഭാഗം പടിഞ്ഞാട്ട് ആകുള്ളൂ. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ പാലക്കാട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം പാലക്കാട്ടേക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ എപ്പോഴും ബാക്ക് ഭാഗം പിന്നെ പുറകിലേക്കായിരിക്കും. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പടിഞ്ഞാട്ടായിരിക്കും. അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യം തങ്ങന്മാർ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ സമൂഹത്തിൽ പല വീടുകളും തകർക്കുന്നത്. അപ്പോൾ ഈ നേർച്ചയാണെങ്കിലും ഇതേപോലെയുള്ള ആചാരങ്ങളൊക്കെ ആണെങ്കിലും ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പിന്നെ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ പൂജയാണെങ്കിലും എന്താണെങ്കിലും മതസൗഹാർദ്ദ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നതൊക്കെ ആരാ? ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ്, തങ്ങന്മാർ തന്നെയാണ്. ഇത് കൃത്യമായി ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.